ഫോക്കസ് ഏരിയ ക്ലാസ്സിൽപ്പെട്ട നമ്മുടെ തേർഡ് ചാപ്റ്റർ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫോക്കസ് ഏരിയയിൽ ഉള്ള 2 ടോപ്പിക്കാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അതേപോലെ തൊട്ട് മുൻപത്തെ സെറ്റ്സും അതേപോലെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഈ 2 ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. അത് ആവശ്യമുള്ളവർ പോയി കാണുക. പ്ലേലിസ്റ്റ് ഉണ്ട്, താഴെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്ലേലിസ്റ്റ് കിട്ടുന്നതാണ്. ഇനി നമുക്കിന്ന് പഠിക്കാനുള്ളത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററാണ്. ഒരുപാട് പേർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കാരണം കുറേ ഇക്വേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ്, ചിലവർ ഇക്വേഷൻസ് കാണാതെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇതെങ്ങനെ എവിടെ ഉപയോഗിക്കണം എന്നറിയില്ല. അത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യാം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അത് നമുക്കിതിൽ ആകെ 5 ടോപ്പിക്കിൽ 2 ടോപ്പിക്കുകൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്ന് 3.3 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് 3 നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, സൈന്, കോസ്, ടാന് എന്നുള്ളത്. ഇനി നമുക്ക് ഈ +1 പഠിക്കാൻ അതിൻ്റെ കൂടെ കൊസീക്ക്, സീക്ക്, ടാന് എന്ന് പറയുന്ന ഒരു 3 ഫംഗ്ഷൻസ് കൂടി പഠിക്കാനുണ്ട്. അങ്ങനെ ടോട്ടൽ 6 നമുക്ക് വരുന്നുണ്ട്. അതേപോലെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് 2 ആംഗിൾസ്. ഇപ്പോൾ ഓരോ ഫംഗ്ഷനിലുള്ള, ഇപ്പോൾ സൈൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആംഗിൾസ് നമ്മൾ ഓരോന്ന് പറയുന്നുണ്ട്. ആ 2 ആംഗിൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മും ഡിഫറൻസും എങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് മുഴുവനായിട്ടും കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഓരോന്നും കണക്ട് ചെയ്തിട്ടാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കാരണം നമുക്ക് ഭാവിയിൽ ഇനി മാത്സ് എടുത്ത് പഠിക്കുന്നവരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിലും മാത്സ് ഒരുപാട് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ആ ലൈക്ക് കൂടി ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാപ്റ്റർ പഠിക്കാൻ നമുക്ക് ബേസിക് ആയിട്ട് ഒരു കാര്യം അറിയണം. അത് നമ്മുടെ ഫോക്കസ് ഏരിയ ഇല്ലാത്തതാണ്. ഡിഗ്രി മെഷറും അതേപോലെ റേഡിയൻ മെഷറും തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നോക്കുന്നില്ല, ഫോക്കസ് ഏരിയ ഇല്ലാത്തത് കൊണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഒരു യൂണിറ്റ് സർക്കിൾ, ഒരു റേഡിയസ് യൂണിറ്റ് സർക്കിൾ ആയിട്ടുള്ള, അതായത് ഒരു വൃത്തത്തിന്റെ ആരം ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് അതിൽ ഏത് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്കൊരു നമ്പർ അറിയില്ലെങ്കിൽ, ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഒരു നമ്പർ അറിയില്ലെങ്കിൽ പകരം നമ്മൾ എക്സ് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ഏത് സെൻറ്റിമീറ്റർ ആണോ, കിലോമീറ്റർ ആണോ, മീറ്റർ ആണോ, മില്ലിമീറ്റർ ആണോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ എല്ലാറ്റിനെയും കോമൺ ആയിട്ട് പറയുന്നതാണ് ഒരു യൂണിറ്റ്. അപ്പോൾ ഒരു സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് ഒരു യൂണിറ്റ് എന്നെടുത്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു യൂണിറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ വേറൊന്ന് റേഡിയസ് വരച്ചു കഴിഞ്ഞാൽ അതിനടിയിൽ ഒരു കോൺ കിട്ടും, ഒരു ആംഗിൾ. ഈ ആംഗിളും അതേപോലെ ഈ സർക്കിളിലൂടെയുള്ള, ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഈ ആംഗിൾ ഒരു ഡിഗ്രി അളവിലാണ് കിട്ടുന്നത്. അതേപോലെ ഇത്രയും ഭാഗം, ഈ സർക്കിളിലൂടെയുള്ള ഇത്രയും ഭാഗം ആണ് നമ്മൾ ഇതിൻ്റെ അളവിനെയാണ് നമ്മൾ റേഡിയൻ മെഷർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഫോക്കസ് ഏരിയയിൽ പ്രധാനപ്പെട്ട നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 180 ഡിഗ്രിയാണ് നമ്മൾ പൈ റേഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ പൈ റേഡിയൻ എന്ന് ഇങ്ങനെ എഴുതി വെക്കണം. അതേപോലെ ഈ പൈ റേഡിയനെ ചുരുക്കിയിട്ട് നമുക്ക് പൈൻ്റെ മുകളിൽ ഒരു സി എന്ന് എഴുതി കൊടുത്താൽ പൈ റേഡിയൻ എന്നാണ് വായിക്കേണ്ടത്. അതായത് സർക്കുലർ മെഷർമെന്റ് എന്നുള്ള രൂപത്തിലാണ് ഒരു സർക്കിളിന്റെ ഇത്രയും ഭാഗം സർക്കിൾ രൂപത്തിലുള്ള ഈ മെഷർമെന്റിന് പറയുന്നത്. അതുകൊണ്ടാണ് സി വന്നിട്ടുള്ളത്. അപ്പോൾ 180 ഡിഗ്രി 180 ഡിഗ്രിയെ നമ്മൾ പൈ റേഡിയൻ എന്ന് പറയുന്നു. ഇതന്നെ 90 ഡിഗ്രി ആണെങ്കിൽ അപ്പോൾ എത്ര റേഡിയൻ ഉണ്ടാവും? എനിക്ക് ഇത് കണക്ട് ചെയ്ത് പറയാം. ഇവിടെ 180ന്റെ പകുതിയാക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൈനെയും എന്താക്കണം? പകുതിയാക്കാൻ 2 കൊണ്ട് ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ പൈനെ നമുക്ക് കറക്റ്റ് ഹരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് π/2 എന്ന് എഴുതി കൊടുത്തു. 180നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് കൊണ്ട്, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് 90 എന്ന് എഴുതി. ഇനി ഈ 180നെ നമുക്ക് 2 കൊണ്ട് ഹരിച്ചപ്പോൾ 90 കിട്ടി. 3 കൊണ്ട് ഹരിച്ചാൽ എത്ര? 180ൽ എത്ര 3 ഉണ്ടെന്നാണ്. 180 ഡിവൈഡ് ബൈ 3 എത്ര വരിക? 60. അപ്പോൾ നമുക്ക് 60 ഡിഗ്രിയെ എങ്ങനെ എഴുതാം? π/3 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇനി 4 കൊണ്ട് ഹരിച്ചാൽ 180ൽ എത്ര 4 ഉണ്ട്? 45 4കളുണ്ട്. തിരിച്ച് ആലോചിച്ചാൽ 45 ഡിഗ്രി ഉള്ളത്, 45 എന്നുള്ളത് 4 തവണ കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ π/4 ആണ് ഇതിൻ്റെ ആൻസർ. റേഡിയൻ ഉണ്ടൊക്കെ. ഇനി ഇതേപോലെ ഇപ്പോൾ 180യെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
ഈ പറയുന്ന ആംഗിൾസ് കിട്ടാനാണ് 90, 60, 45. ഇനി നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് 30 ഡിഗ്രി ആണ്. അപ്പോൾ 180 ഡിഗ്രിയെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 30 ഡിഗ്രി കിട്ടും. 180നെ 6 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 30 ഡിഗ്രി കിട്ടും. അതേപോലെ 180ന് തുല്യമാണ് പൈ റേഡിയൻ എങ്കിൽ നമുക്ക് 30 ഡിഗ്രിക്ക് തുല്യമായിട്ട് കിട്ടാൻ പൈനെ എത്ര കൊണ്ട് ഹരിക്കണം? 6 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഈ വാല്യൂസ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതന്നെ നേരെ തിരിച്ച് മുകളിലേക്കും പറയും. ഇപ്പോൾ നമ്മൾ 180ന്റെ കൂടെ വേണമെങ്കിൽ ഒരു 90 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരിക? 270. അപ്പോൾ ഈ 270 എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ 90നെ 3 തവണ കൂട്ടുമ്പോഴല്ലേ, 3 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 270 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 90ന്റെ π/2 ആണ്. അപ്പോൾ 3π/2 എന്ന് എഴുതാം. π/2നെ 3 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 90 വെച്ച് നമുക്ക് 270 എഴുതാം. ഇനി വേണമെങ്കിൽ 180ന്റെ ഇരട്ടി എത്രയാണ്? 360 ആണ്. അപ്പോൾ 360 ഡിഗ്രിയെ നമുക്ക് എന്ത് എഴുതാം? 180നെ പൈ റേഡിയൻ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി എത്ര വരും? 2π. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് ഈ ആംഗിൾസിനൊക്കെ റേഡിയനിലേക്ക് മാറ്റാനുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ടോപ്പിക് ഇങ്ങനെ ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ റേഡിയനിലേക്കും, റേഡിയൻ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് ഡിഗ്രിയിലേക്കും മാറ്റുന്ന ഒരു ഭാഗമായിരുന്നു. അത് ഫോക്കസ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ കാര്യങ്ങൾ ആവശ്യമാണ്. ഇനി തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ ആൻസർ കിട്ടും. ഇപ്പോൾ ഇവിടെ 270 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 90നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ എത്ര വരിക? 450. അപ്പോൾ അതേപോലെ 5π/2 എന്ന് എഴുതാം. അപ്പോൾ ഓരോ ആംഗിളിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 180 ഡിഗ്രിയും പൈ റേഡിയനും ഉപയോഗിച്ച് നമുക്ക് മറ്റ് ആംഗിൾസ് അതേപോലെ അതിന്റെ ഈക്വൽ ആയിട്ടുള്ള റേഡിയനും കണ്ടെത്താം. അതൊരു എക്സാമ്പിൾ ആയിട്ട് കുറച്ചെണ്ണം പറഞ്ഞോളൂ. അല്ലാതെ ഒരുപാടെണ്ണം കിട്ടും. ഇനിയിപ്പോൾ 720 കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ 180 ഇരട്ടി 360, വീണ്ടും അതിന്റെ ഇരട്ടി കണ്ടാൽ 720. അപ്പോൾ 720 ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ടുള്ള റേഡിയൻ എത്ര ഉണ്ടാവും? 360 ഡിഗ്രിയെ നമ്മൾ 2π റേഡിയൻ എന്ന് പറഞ്ഞു. 360ന്റെ ഇരട്ടിയാണ് 720. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ഉണ്ടാവും? 4π റേഡിയൻ. ഈ രൂപത്തിൽ നമുക്ക് ഇതിന്റെ ഇത്രയും ഒരുപാട് ഡിഗ്രികളുടെ റേഡിയൻ നമുക്ക് കണ്ടെത്താം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പോയിന്റ് ഒക്കെ വരുന്ന ഡിഗ്രി ഒക്കെ ആണെങ്കിൽ അത് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് അത് നിങ്ങൾ ആലോചിക്കണ്ട. ഇനി നമുക്ക് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് നോക്കാം. അതിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് സൈന്, കോസ്, ടാന്. സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്നുണ്ട്. നമ്മളെപ്പോഴും സൈനും കോസും ടാനും ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിളാണ്, മട്ട ത്രികോണത്തിലാണ്. അപ്പോൾ ഇവിടെ സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എതിർവശം ഹരിക്കണം ഹൈപ്പർന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണം. ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു മട്ട ത്രികോണത്തിലെ കർണം ഏതാണ് അല്ലെങ്കിൽ ഹൈപ്പർന്യൂസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ ഈ 90 ഡിഗ്രിക്ക് നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് നോക്കിയാൽ മതി. 90 ഡിഗ്രിയുടെ നേരെ എതിരെയുള്ള വശം. അപ്പോൾ ഇതിലെ ഹൈപ്പർന്യൂസ് അല്ലെങ്കിൽ കർണം AC ആണ്. നമുക്കിവിടെ സൈനിന്റെ വരെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർന്യൂസ് എന്ന് എഴുതി. ഈ ട്രയാങ്കിൾ വെച്ച് നമുക്ക് അതിന്റെ വാല്യൂ ആണ് കണ്ടെത്താം. വാല്യൂ അല്ല, അതായത് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന കോൺ ഏതാണെന്ന് നോക്കുക. ആംഗിൾ ചിലപ്പോൾ ഇവിടെ y ഉണ്ടാവും. അപ്പോൾ സൈനിന്റെ കൂടെ ഉള്ള ആംഗിൾ ഏതാണെന്ന് നോക്കുക, കോണ്. അപ്പൊ എക്സ് ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ AB ബൈ ഇതിന്റെ ഹൈപ്പർന്യൂസ് അല്ലെങ്കിൽ കർണം AC ആണ്. AB ബൈ AC എന്ന് എഴുതാം. ഇതേപോലെ കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡ്, സമീപവശം എന്നാണ്. അപ്പൊ എക്സിന്റെ സമീപവശം അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും അടുത്തടുത്ത് കിടക്കുന്നുണ്ട്, BCയും ACയും. എന്നാൽ AC ഇതിന്റെ ഹൈപ്പർന്യൂസ് അഥവാ കർണമാണ്. അതുകൊണ്ട് ഇതിന്റെ അഡ്ജസന്റ് സൈഡ് ഏതാണ്? BC ആണ്. BC ബൈ ഹൈപ്പർന്യൂസ് AC ആണ്, കർണം AC ആണ്. അതേപോലെ ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർന്യൂസ് ഡിവൈഡഡ് ബൈ, ഇനി കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പർന്യൂസ്. അപ്പൊ രണ്ട് ഭാഗത്തും ഹൈപ്പർന്യൂസ് ഹരിക്കുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ വെട്ടിക്കളഞ്ഞാൽ ബാക്കിയുള്ളത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് കിട്ടും. അപ്പോൾ ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർവശം ബൈ സമീപവശം. അപ്പൊ അതിന്റെ എക്സിന്റെ എതിർവശം AB ആണ്. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ AB ബൈ സമീപവശം അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ് BC ആണ്. ഈ രൂപത്തിൽ എഴുതാം. അപ്പോൾ ഇത്രയും 3 ഫംഗ്ഷൻ ആണ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചത്. അതായത് സൈന്, സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്. ഈ 3 നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ഈ ഓർഡർ തന്നെ ഓർത്ത് വെക്കുക. ഇനി +1 പഠിക്കാനുള്ളത് കൊസീക് എക്സ്, അതേപോലെ
sec x cot x. അപ്പോൾ ഈ മൂന്നെണ്ണത്തിന്റെ ഓർഡറും ഇതേപോലെ ഓർത്ത് വെക്കുക. എന്നിട്ട് ഈ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്കിതിൽ കൊസീക് എക്സും സീക് എക്സും കോട്ട് എക്സും ഒക്കെ എന്താന്ന് കിട്ടും. അതായത് ഇപ്പോൾ സൈന് കോസ് ടാൻ ആദ്യം പഠിച്ചു. ഇനി ഇവിടെ പറയുന്നത് കൊസീക് എക്സ്, അതിലെ കോ ഒഴിവാക്കി കഴിഞ്ഞാൽ സീക് എക്സ്, പിന്നെ കോട്ട് എക്സ്. രണ്ടിലും ടാനും കോട്ടാണ് ലാസ്റ്റ്. അപ്പോൾ ഇതില് രണ്ടാമത്തിന് നിങ്ങൾക്ക് പഠിച്ചു വരുന്നത് കൊണ്ട് സംശയം ഉണ്ടാവും, നമുക്ക് ഫസ്റ്റ് ഏത് പറയണം സെക്കൻഡ് ഏത് പറയണം. ഇത് ഒരു ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്, അല്ലാതെ ക്രമമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ഇതിലെ ആൽഫബറ്റിക് ഓർഡറിൽ ഫസ്റ്റ് വരുന്നത് സി ആണല്ലോ, അത് കഴിഞ്ഞാണല്ലോ എസ്. ആ ഒരു രൂപത്തിൽ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ രണ്ടിന്റെ ലാസ്റ്റ് ടാനും കോട്ടും, ആ ഒരു കണക്ഷൻ ഓർത്ത് വെക്കുക. അപ്പൊ ഇനി നമുക്ക് കൊസീക് എക്സിന്റെ ആൻസർ കണ്ടെത്താൻ കൊസീക് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/sin x ആണ്. കൊസീക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/sin x. ഇതന്നെ തിരിച്ചും പറയാം, sin x ഈക്വൽ ടു 1/cosec x എന്ന് പറയാം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് വരുന്നത്. ഇനി ഇതേപോലെ sec x ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, 1/cos x എന്ന് എഴുതാം. ഇതിനെ നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചെഴുതാം. അതായത് cos x നെ നമുക്ക് ഇപ്പൊ ഇവിടെ നമുക്ക് cos x ഈക്വൽ ടു adjacent side by hypotenuse എന്ന് പറഞ്ഞു. അപ്പൊ അതിന് പകരം വേറെ രീതിയിൽ പറയുന്നതാണ് 1/sec x എന്ന് എഴുതി കൊടുക്കാം. ഇനി ഇതേപോലെ cot x ഈക്വൽ ടു എന്താ വരുന്നത്, 1/tan x. ഇതെല്ലാം തിരിച്ചു പറയുകയാണെങ്കിൽ tan x ഈക്വൽ ടു 1/cot x എന്ന് എഴുതാം. അപ്പോ sin x ന്റെ വിൽക്രമാണ് എന്ത്, വിൽക്രമം അഥവാ റെസിപ്രോക്കൽ ആണ് cosec x. അപ്പോൾ cosec x നിങ്ങൾ ഈ ഒരു ഓർഡറിൽ 6 എഴുതി കഴിഞ്ഞാൽ ഐഡിയ കിട്ടും. അപ്പോൾ cosec x ഈക്വൽ ടു 1/sin x, sec x ഈക്വൽ ടു 1/cos x, cot x ഈക്വൽ ടു 1/tan x. തിരിച്ചങ്ങോട്ടും പറയാം, sin x ഈക്വൽ ടു 1/cosec x, cos x ഈക്വൽ ടു 1/sec x, tan x ഈക്വൽ ടു 1/cot x. ഇനി ഇത് വെച്ച് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, നമുക്ക് cosec x ഈക്വൽ ടു 1/sin x എന്ന് പറഞ്ഞു. അപ്പോൾ sin x എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ് ആണ്. അതിന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമാണ് cosec x ഈക്വൽ ടു 1/sin x നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് cosec x നെ ഈ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ നേരെ വിൽക്രമം മറിച്ചില്ല, അതായത് ഹൈപ്പോട്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, കർണം ഹരിക്കണം എതിർവശം. അതേപോലെ തന്നെയാണ് sec x. cos x എന്ന് പറയുന്നത് adjacent side by hypotenuse ആണ്. sec x എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് കഴിഞ്ഞാൽ hypotenuse ഹരിക്കണം ഡിവൈഡഡ് ബൈ adjacent side. ഇതേപോലെ cot x വരും. tan x എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent side ആണ്. cot x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ adjacent side ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് ഇത് ഉപയോഗിച്ചൊക്കെ കുറെ ഇക്വേഷൻസ് ഒക്കെ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, അതായത് സൈൻ കോസ് ഇതിന്റെയൊക്കെ ഇത്തരത്തിലുള്ള വാല്യൂസ് എങ്ങനെ കണ്ടെത്താൻ നോക്കാം. cos 0, cos π/2, cos π, അതേപോലെ sin π, sin π/2 ഇങ്ങനെയുള്ള വാല്യൂസ്. അപ്പോൾ അതിന് ആദ്യം നമ്മളൊരു യൂണിറ്റ് സർക്കിൾ എടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇനി ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് സർക്കിളിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആണ്. അപ്പോൾ എക്സ് അക്ഷം വൈ അക്ഷം ഇതിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ സൂചക സംഖ്യകളാക്കിയിട്ട് എഴുതുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കോർഡിനേറ്റ്സ് ആക്കിയിട്ട്. അപ്പൊ ഞാൻ ഈ പോയിന്റ് എടുത്തു. അപ്പൊ ഈ യൂണിറ്റ് ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണ്. അപ്പൊ ഇതിന്റെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്കതിന് ഓരോന്നിനും ഓരോ സൂചക സംഖ്യ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഏത് പോയിന്റിനെയും നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് cos തീറ്റ അല്ലെങ്കിൽ cos x sin x എന്നുള്ള രൂപത്തിലാണ്. അതായത് രണ്ട് ബ്രാക്കറ്റിനുള്ളിൽ രണ്ടെണ്ണം നമ്മൾ എഴുതും. ആദ്യത്തെ എക്സ് ആക്സിസിലുള്ളത് cos x ഉം വൈ ആക്സിസിലുള്ളത് sin x ഉം ആണ്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക, cos x sin x. ഈ എക്സിന് നമുക്ക് ഓരോ ആംഗിളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആംഗിൾ കിട്ടും. അതായത് ഇപ്പൊ ഇവിടെ ഈ പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ആംഗിൾ കോൺ കിട്ടുന്നുണ്ട്. ഇത് എത്ര ഡിഗ്രി ആണോ അതാണ് എക്സ്, ഇതാണ് എക്സ് ഡിഗ്രി. അപ്പൊ ഇത് നമുക്കൊരു 60 ഡിഗ്രി ആണെങ്കിൽ cos 60, sin 60. അതിന്റെ വിലകൾ എത്രയാണോ അതായിരിക്കും ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ. അപ്പോൾ ഇവിടെ നമുക്ക് cos x sin x എടുത്തു. ഇനി ഇവിടെ എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. വേറൊരു പോയിന്റ് ഇവിടെ എടുത്തു, ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ വരക്കാം. അപ്പൊ ഇതിന്റെ ആംഗിൾ അല്ലെങ്കിൽ കോൺ ഏതാ വരിക, ഇതല്ല, പകരം ഇവിടുന്നാണ് വരുന്നത്. നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ആക്സിസ് നിന്നാണ്, ഈ പോയിന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പോൾ കോണ് ഇങ്ങനെ അളക്കും. ഇത്ര ഡിഗ്രി നമുക്ക് ഇതുവരെ 90 ഡിഗ്രിയാണ്, അത് കഴിഞ്ഞിട്ടുള്ളൊരു കോണ്. അതേ രൂപത്തിൽ ഇങ്ങനെ കോൺ അളക്കും. തിരിച്ചും അളക്കാറുണ്ട്, അപ്പോൾ മൈനസ് ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെയും എന്ത് പറയുന്നുണ്ട്, കോസ് എക്സ് സൈൻ എക്സ് എന്നുള്ള രൂപത്തിൽ പറയാം. എക്സ് കൊടുത്തതേ ഉള്ളൂ. ഇപ്പൊ ഈ കോണം എക്സ് ഡിഗ്രി ആണെങ്കിൽ അല്ലെങ്കിൽ വൈ ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്ത് വരും, കോസ് വൈ സൈൻ വൈ എന്ന രൂപത്തിൽ വേണമെങ്കിൽ എഴുതാം. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആദ്യത്തെ എക്സ് കൊടുത്തതുകൊണ്ടാണ് ഇവിടെ വൈ കൊടുത്തത്. അപ്പൊ ഇങ്ങനെ ഈ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ അതിന്റെ ആൻസർ മാറുന്നുണ്ട്. ഇനി ഇതിൽ ഓരോന്നിന്റെയും സൂചക സംഖ്യ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് നോക്കാം. ഇപ്പൊ എക്സ് ആക്സിസിൽ ഈ പോയിന്റിന്റെ എന്താ വരിക, ഇവിടുന്ന് കേട്ട് 1 യൂണിറ്റ് ആണ്. അപ്പൊ അതിന്റെ എത്ര വരിക, എക്സ് ആക്സിസിലെ പോയിന്റ് ഇവിടെ എത്രയാണ്, ഇത്രയും നീളം 1 ഉണ്ടെങ്കിൽ ഈ പോയിന്റ് 1 വരിക 1. ഇനി വൈ ആക്സിസിൽ ഏത് പോയിന്റ് നേർക്കാണ് ഈ പോയിന്റ് നിൽക്കുന്നത്, ഇവിടെയുള്ള പോയിന്റ് നേർക്കല്ലേ, ഇവിടെ എത്ര വരിക 0. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യ 1 0 ആണ്. അതിങ്ങനെ വന്ന് ഇവിടുത്തെ എന്ത് വരും, നമ്മൾ സൂചക സംഖ്യ എഴുതുമ്പോൾ ആദ്യം എക്സ് ആക്സിസ് ആണ് നോക്കുന്നത്. അപ്പൊ എക്സില് നേരെ നോക്കി, ഇതിപ്പോ എക്സ് ആക്സിസ് ആണ്, ഇതിൽ ഏത് പോയിന്റിന് നേരെയാണ് ഇത് കിടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഈ പോയിന്റിന് നേരെയാണ്. ഈ പോയിന്റ് 0 ആണ്. ഇനി വൈ ആക്സിസ് കിടക്കുന്ന ഈ പോയിന്റ് എത്രയായിരിക്കും, ഇവിടെ ഇത് 1 യൂണിറ്റ് ആണ്. സർക്കിൾ ആയതുകൊണ്ട് ഇതിന്റെ റേഡിയസ് അഥവാ ആരം എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. അപ്പൊ ഇത് 1 ആണെങ്കിൽ ഈ നീളം എത്ര ഉണ്ടാവും, 1 ഉണ്ടാവും. അപ്പൊ ഈ പോയിന്റ് 1 ആണ്, 0 1 എന്ന് കിട്ടി. ഇനി അതിങ്ങനെ വന്ന് ഈ പോയിന്റ് നോക്കുക. ഈ അകലം ഈ ഡിസ്റ്റൻസ് 1 തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ പോയിന്റ് എത്ര വരിക, ഇവിടെ 0 ആണ്. ഇവിടുന്ന് അങ്ങോട്ട് പോസിറ്റീവ് നമ്പറും ഈ 0ന്റെ ഇങ്ങോട്ട് നെഗറ്റീവ് നമ്പറും ആണ്. അപ്പൊ ഇവിടുത്തെ എക്സ് ആക്സിസിലെ പോയിന്റ് -1ഉം വൈ ആക്സിസിലെ പോയിന്റ് 0ക്ക് നേരെ കിടക്കുന്നത് കൊണ്ട് -1 0 എന്ന് എഴുതാം. എക്സ് ആക്സിസിലെ പോയിന്റ്, ഈ പോയിന്റ് എക്സ് ആക്സിസിൽ എവിടെ കിടക്കുന്നത് നോക്കുക, അത് ഇവിടെ തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ പോയിന്റ് -1 ആയതുകൊണ്ട് -1. ഇനി വൈ ആക്സിസിൽ ഏത് പോയിന്റിന് നേരെക്കാണ് ഈ പോയിന്റ് നേരെ നിൽക്കുന്നത് നോക്കുക. അപ്പോൾ നേരെ നോക്കി കഴിഞ്ഞാൽ ഇവിടെയാണ്, അത് 0 ആണ്. ഇനി അതേപോലെ ഈ പോയിന്റിന് എന്ത് വരും, എക്സ് ആക്സിസ് നോക്കി കഴിഞ്ഞാൽ 0 ആണ്. വൈ ആക്സിസിലോ ഈ പോയിന്റ് ആണ്, അത് ഇവിടെ നിങ്ങൾ താഴേക്ക് ആകുമ്പോൾ 1 യൂണിറ്റ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും അതിന്റെ പോയിന്റ് എത്ര വരിക, -1. ഇനി നമുക്ക് ഇവിടെ നേരെ നോക്കി ഇതിന്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. ഇവിടെ ഈ പോയിന്റിന്റെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കോസ് എക്സ് സൈൻ എക്സ് എന്നുള്ളതാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ലൈനിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലൈനിൽ തന്നെയുള്ള ഒരു പോയിന്റ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ബ്ലൂ കളർ ഇതിന് നേരെ മുകളിൽ വരിക. അപ്പോൾ അവിടുത്തെ ആംഗിൾ എത്രയാണ്, കോണ് 0 ഡിഗ്രി അല്ലേ. അപ്പോൾ നമുക്ക് കോസ് 0 ഇതിനെ നമുക്ക് എന്താ എഴുതാം, ഈ കോസ് എക്സ് സൈൻ എക്സ് എന്നതില് കോസ് എക്സ് എന്ന് പറഞ്ഞ ആംഗിൾ ആണ്. ആ എക്സിന് പകരം 0 കൊടുത്തു, കോസ് 0 സൈൻ 0 എന്ന് എഴുതാം. ഈ പോയിന്റിനെ നമ്മൾ കോസ് 0 സൈൻ 0 എന്ന് എഴുതി. അതേ പോയിന്റിന്റെ വേറെ വാല്യൂ എന്താ, 1 0 ആണ്. അപ്പൊ കോസ് 0ന്റെ വാല്യൂ എത്ര, 1. സൈൻ 0ന്റെ വാല്യൂ 0. കോസ് 0 1 സൈൻ 0 0. ക്ലിയർ അല്ലേ. ഇനി ഇതേപോലെ നമ്മൾ ഈ കോൺ ഇങ്ങനെ നീട്ടി, ഇപ്പൊ ഇവിടെ x ഡിഗ്രി അതങ്ങനെ കൂട്ടി വന്ന് ഇവിടെ എത്ര വരിക, സാധാരണ നമ്മൾ ഇവിടെ പൊതുവെ പറയുന്നത് π/2 എന്നാണ്. π/2 എത്ര ഡിഗ്രിയാ, 90 ഡിഗ്രിയാണ്. അപ്പൊ എപ്പോഴും π/2 π/6 അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ ആ π/2 അല്ലെങ്കിൽ π/6 എത്ര എന്നുള്ള അതിന്റെ ഡിഗ്രി മെഷറിലേക്ക് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഇവിടെ കുത്തനെ വന്നതുകൊണ്ട് നമുക്ക് 90 ഡിഗ്രി എന്ന് പറയാം. അപ്പൊ 90 ഡിഗ്രിയിൽ ആദ്യം നമ്മൾ നോക്കുക കോസ് 90, അതായത് ഇവിടെ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ കോസ് 90 അതേപോലെ സൈൻ 90 എന്നാണ് വരുന്നത്. അപ്പൊ കോസ് 90 എത്രയാണ് വരിക, ആദ്യം വന്നതാണ്. ഈ പോയിന്റിൽ നമ്മൾ കോസ് 90 സൈൻ 90 എന്ന് പറയുന്നുണ്ട്, അതേപോലെ 0 1 എന്ന് പറയുന്നുണ്ട്. അപ്പൊ രണ്ടും ഈക്വൽ ആണ്. അപ്പൊ കോസ് 90 എത്ര വരും, 0. അതായത് കോസ് 90 എന്ന് പറഞ്ഞാൽ കോസ് π/2 ആണ്. അങ്ങനെ എഴുതാറുണ്ട്, കോസ് π/2 സൈൻ π/2 എന്ന് എഴുതാറുണ്ട്. അപ്പോൾ കോസ് π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, സൈൻ π/2 എത്ര വരിക, 1. അതിങ്ങനെ നീണ്ടു വന്ന് ഇവിടെ വന്നു. ഇവിടുത്തെ വാല്യൂ എത്ര വരിക, ഇത് π ആണ്. 0 ഇവിടെ π/2, ഇത് π. π പറഞ്ഞാൽ എത്ര ഡിഗ്രിയാ, 180 ഡിഗ്രി, 180 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വരുമ്പോ ആദ്യം കോസ് വരും. അപ്പോൾ കോസ് π അതേപോലെ സൈൻ π എന്ന രൂപത്തിലാണ് എഴുതുന്നത്. കോസ് πന്റെ വാല്യൂ എത്ര വരും, -1. സൈൻ πന്റെ വാല്യൂ 0. മനസ്സിലായില്ലേ.
ഇനി ഇതേപോലെ വീണ്ടും ഇങ്ങനെ വന്നു. ഇതിന്റെ എത്ര വരിക ആംഗിള്? ഇത് 3π/2 ആണ്. അതൊന്ന് ഓർത്ത് വെക്കാൻ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇത് 0, ഇത് π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 1π/2 എന്ന് പറയാം. ഇത് 2π/2. ഈ 2π/2നെ നമുക്ക് 2 × 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെറും പൈ ആയി. അതുകൊണ്ടാണ് പൈ എഴുതുന്നത്, അല്ലെങ്കിൽ 2π/2 എന്ന് പറയാം. ആ ഒരു ഓർഡറിൽ പറഞ്ഞാൽ മതി. 1π/2, 2π/2, 3π/2. അപ്പോൾ 90, 180, പിന്നെ ഒരു 180ന്റെ കൂടെ 90 കൂടി കൂട്ടി കഴിഞ്ഞാൽ 270. അപ്പോൾ 3π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 270 ഡിഗ്രിയാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ cos 3π/2 sin 3π/2 എന്ന് പറയും. അപ്പോൾ അതിന്റെ വാല്യൂ എത്ര വരും? 0യും അതേപോലെ -1ഉം വന്നു. കിട്ടിയില്ലേ? വീണ്ടും ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ എത്ര വരും? 3. ഇവിടെ നമ്മൾ 1π/2, 2π/2, 3π/2, ഇനി 4π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ഇതിനർത്ഥം 2π എന്നല്ലേ? 2π ആയി കഴിഞ്ഞാൽ എത്ര വരും? അവിടെയും cos 2π. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, cos 2π sin 2π എന്ന് എഴുതാം. അപ്പൊ cos 2π 1ഉം sin 2π 0യുമാണ്. അതായത് cos 360 ഡിഗ്രി എന്ന് പറയുന്നത് 1ഉം sin 360 ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ആൻസറുകൾ കണ്ടെത്താം. കോസിന്റെ ഓരോ വാല്യൂസ് മനസ്സിലായില്ലേ? ഇനി ഇവിടെ ഈ പോയിന്റ് നമ്മൾ 0 ഡിഗ്രി ആയിട്ട് എടുത്തു. അതിങ്ങനെ വരുമ്പോൾ 1π/2 എന്ന് വെച്ചാൽ π/2, പിന്നെ 2π/2 എന്ന് വെച്ചാൽ പൈ വരും, പിന്നെ 3π/2, പിന്നെ 4π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π, വീണ്ടും 5π/2, പിന്നെ 6π/2 എന്ന് വെച്ചാൽ 6/2 വരുമ്പോൾ 3π വരും. അങ്ങനെ വീണ്ടും വന്ന് 4π ഈ രൂപത്തിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും ഇത്തരത്തിലുള്ളതിന്റെയൊക്കെ കോസ് അല്ലെങ്കിൽ സൈന് വാല്യൂസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഫിഗർ വരച്ചിട്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ cos 3π എത്ര ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കോസ് എഴുതും, പിന്നെയാണ് സൈൻ എഴുതുന്നത്. അത് ശ്രദ്ധിക്കാൻ മാറരുത്. അപ്പൊ cos 3πന്റെ വാല്യൂ -1 ആണ്, sin 3πന്റെ വാല്യൂ 0 ആണ്. അത് ഇതിൽ ഏതെടുത്ത് കഴിഞ്ഞാൽ ഇനി cos 3πക്ക് പകരം cos π കൊടുത്തു കഴിഞ്ഞാലോ അതും ഇതേ ആൻസർ തന്നെയാണ്. അതേപോലെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നമുക്ക് കോസിന്റെ കൂടെ കൊടുക്കുന്ന ആ ആംഗിള് നോക്കിക്കഴിഞ്ഞാൽ ഈ ആൻസർ കണ്ടെത്താം. ഇനി ഇവിടെ നമുക്ക് ഇതിലെ കോസും സൈനും കണ്ടെത്തി. ഇതുപയോഗിച്ച് നമുക്ക് മറ്റുള്ളതൊക്കെ കണ്ടെത്താം, ടാനും അതേപോലെ കൊസീക്കൊക്കെ. ഇപ്പൊ ടാൻ കണ്ടെത്താറുണ്ട് നമുക്കറിയാം. സൈന് ബൈ ഇപ്പൊ ടാൻ 0 ആണ് കാണേണ്ടതെങ്കിൽ നമുക്കറിയാം sin 0/cos 0 ആണ്. sin 0 0 ആണ്. 0/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 വരും. ഇപ്പൊ 0 നോക്കിക്കഴിഞ്ഞാൽ sin 0 കിട്ടി, cos 0 കിട്ടി, tan 0 കിട്ടി. ഇനി ഇതിന്റെയൊക്കെ റെസിപ്രോക്കൽ വിൽക്രമം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബാക്കിയുള്ളത് കിട്ടും. ഇപ്പൊ sin 0 സൈനിന്റെ റെസിപ്രോക്കലിൽ നമുക്ക് കൊസീക്കാണ് പഠിച്ചതാണ്. അപ്പൊ കൊസീക്ക് കാണാന് 1/sin 0 എന്നാണ്. കൊസീക്ക് 0 ആണ് കാണേണ്ടത്. അപ്പൊ 1/sin 0 0 ആണ്. ഇങ്ങനെ നമുക്ക് 1നെ 0 കൊണ്ട് ഹരിച്ചാൽ ഒരു ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം 1/0 എന്ന് പറഞ്ഞാൽ 1ൽ എത്ര 0 ഉണ്ട് എന്നാണ്. എത്ര 0 കൂട്ടിയാലും 1 വരില്ല. അതുകൊണ്ട് ഇതിന്റെ ആൻസർ നോട്ട് ഡിഫൈൻഡ് എന്നാണ്. ഇനി ഇതേപോലെ കൊസീക്ക് 0 കിട്ടിയെങ്കിൽ സീക്ക് 0 എന്ന് പറഞ്ഞാൽ 1/cos 0 ആണ്. 1/cos 0 എത്രയാണ്? cos 0 1 ആണ്. 1/1 = 1 എഴുതാം. ഇതേപോലെ cot 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/tan 0 ആണ്. tan 0 0 ആണ്. അപ്പൊ അതും നമുക്ക് ആൻസർ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ പറയുന്ന വാല്യൂസ് ഒക്കെ കണ്ടെത്താം. ഇനി ഇതില് നമുക്ക് വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ കോസിന്റെ ഓരോ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ 1 0 -1 0 1 ഈ രൂപത്തിലാണ്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ എഴുതാം. ഇപ്പൊ രണ്ടിന്റെ ഇപ്പൊ ഇവിടെ നമുക്ക് -1 എന്നൊക്കെ വന്നുകൊണ്ട് ഇത് ആഡ് ചെയ്യുമ്പോൾ എല്ലാം വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ -1 0 ആഡ് ചെയ്താൽ -1 ആണ്, 0യും 1 ആഡ് ചെയ്താൽ 1 ആണ് ഡിഫറെന്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ആവും. അപ്പൊ ഇതിനെ കോമൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം cos x, അതായത് cos സ്ക്വയർ x. ഇതിൽ ഏതെടുത്തു കഴിഞ്ഞാൽ എക്സിന് പകരം ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും ഒക്കെ 0യോ അല്ലെങ്കിൽ -1 ആണ്. അപ്പോൾ cos സ്ക്വയർ x പ്ലസ് sin സ്ക്വയർ x = 1 എന്ന് എഴുതാം. കാരണം cos സ്ക്വയർ x എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് cos x ഹോൾ സ്ക്വയർ എന്നതിനെ വേറെ രൂപത്തിലേക്ക് മാറ്റി എഴുതുന്നതാണ് cos സ്ക്വയർ x. അതേപോലെ തന്നെ sin സ്ക്വയർ xും sin x ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പൊ ഇവിടെ ഇതിൽ നമുക്ക് sin x ഹോൾ സ്ക്വയർ എന്നാണ് വരിക.
അപ്പോൾ കോസ് എക്സിന്റെ കൂടെ ഇതിൽ ഏത് വാല്യൂ വന്നു കഴിഞ്ഞാലും നമുക്ക് 1 ഓ 0 -1 0 ആണെങ്കിലും 1 ആണെങ്കിലും അതിന്റെയൊക്കെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എത്ര വരിക? അപ്പോൾ സോറി 1 ആണെങ്കിൽ സ്ക്വയർ കോസ് നമുക്ക് ഇവിടെ കോസ് 0 കൊടുത്തു രണ്ട് ഭാഗത്തും. കോസ് 0 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് സൈൻ 0 0 ആണ്. 0 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 1 കിട്ടും. 1 സ്ക്വയറിന്റെ 1 ആണ്. അതിൽ 0 കൂട്ടിയത് 1 തന്നെയാണ്. അതിൽ ഏതെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കോസ് പൈ എടുത്തു കഴിഞ്ഞാൽ കോസ് പൈ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ പൈ ഹോൾ സ്ക്വയർ എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കോസ് പൈന്റെ വാല്യൂ -1 ആണ്. -1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. പ്ലസ് സൈൻ പൈന്റെ വാല്യൂ 0 ആണ്. 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 തന്നെ. 1 + 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പറയുന്നത് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. അത് വേണമെങ്കിൽ തിരിച്ചും എഴുതാം. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതിയാലും ആൻസർ സെയിം തന്നെയാണ്. = 1 എന്ന് എഴുതാം. അപ്പോൾ ഇത് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ 0 π/2 90, അതേപോലെ 180 ഈ ആംഗിൾ കൊടുത്തിട്ടുള്ളൂ. ഇനി അതല്ലാത്ത നിങ്ങൾ 60 ഡിഗ്രി കൊടുക്കുകയാണെങ്കിലും എല്ലാത്തിൻ്റെയും ആൻസർ 2 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ ഇതേപോലെയുള്ള ബാക്കിയുള്ള പിന്നെ നമ്മുടെ ടാനിന്റെയും കൊസീക്കിന്റെയും ഇതേപോലെ ഒരു സ്ക്വയർ വരുന്ന ഒരു ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി എങ്ങനെ ചെയ്യാമെന്ന് ഒന്ന് പറയാം. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞിരുന്നു 10ാം ക്ലാസ്സിൽ പഠിച്ച ഓർഡർ സൈൻ കോസ് ടാൻ. ഇനി ഇവിടെ പഠിക്കുന്നത് നമ്മുടെ കൊസീക്ക് സീക്ക് കോട്ട്. ഇത് രണ്ടും ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് ഈ ആദ്യത്തെ ഈ രണ്ടെണ്ണം നേരത്തെ നമ്മൾ പറഞ്ഞതാണ് സൈൻ സ്ക്വയർ എക്സ്. അതിൻ്റെയൊക്കെ സ്ക്വയർ കാണണം. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് = 1. ഇനി ഇതന്നെ നമുക്ക് വ്യത്യസ്ത രീതികളിൽ എഴുതാം. ഈ സൈൻ സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോയി ബാക്കി ഇവിടെ വരും. ഇവിടെ കോസ് സ്ക്വയർ എക്സ് ഉണ്ട് ഇവിടെയുള്ള 1 എഴുതി. ഇതിന്റെ സൈൻ ഇവിടെ പ്ലസ് ആണ്. ഈ പ്ലസ് അങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആയി. അപ്പൊ മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കോസ് സ്ക്വയർ എക്സ് ഒരു ആൻസർ ഇങ്ങനെ എഴുതാം. ഇനി തന്നെ കോസ് സ്ക്വയർ എക്സ് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കി ഉള്ളത് സൈൻ സ്ക്വയർ എക്സ് ആണ് =1 ഈ പ്ലസ് കോസ് സ്ക്വയർ എക്സ് വരുമ്പോൾ മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് രണ്ടും എഴുതാം. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ എക്സ് 1 ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ 2 എണ്ണം ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മുടെ ആൻസർ കണ്ടെത്താൻ പറ്റും നോക്കുക. ഈ രൂപത്തിലാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. ഇനി ഇതേപോലെ ഇപ്പൊ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് എഴുതി. ഇനി ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാം. നിങ്ങൾ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡിയ കിട്ടും. അതായത് കൊസീക്ക് എക്സ് ഇവിടെ നമുക്ക് സ്ക്വയർ എഴുതണം. കൊസീക്ക് സ്ക്വയർ എക്സ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ പ്ലസ്, ബാക്കിയൊക്കെ മൈനസ് ആണ്. കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ്. ഇനി ഈ രണ്ടെണ്ണം ഉള്ളത്. ഈ കൊസീക്ക് സ്ക്വയർ എക്സ് നിന്ന് കോട്ട് സ്ക്വയർ എക്സ് വന്നു. സീക്ക് സ്ക്വയർ എക്സ് ടാൻ സ്ക്വയർ എക്സിലേക്കാണ് വരുന്നത്. അപ്പോൾ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഇവിടെ =1 ഉണ്ട് =1. എല്ലാം =1 ആണ്. ഇത് മാത്രമേ പ്ലസ് വരുള്ളൂ. മറ്റേ രണ്ടും മൈനസ് സൈനാണ് വരുന്നത് ഇടയിൽ. ഇനി ഇതിൽ തന്നെ നമുക്ക് നേരത്തെ ഇവിടെ ചെയ്തതുപോലെ വേറെ 2 ഇക്വേഷൻസ് കണ്ടെത്താം. എങ്ങനെ? ഈ കൊസീക്ക് സ്ക്വയർ എക്സ് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ബാക്കി മൈനസ് കോട്ട് സ്ക്വയർ എക്സ് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 + കോട്ട് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ഇനി ഈ കോട്ട് സ്ക്വയർ എക്സ് ഇവിടെ നിർത്തുമ്പോൾ കോട്ട് സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ മൈനസ് സൈൻ ഉണ്ട്. അതവിടെ എഴുതി. ഇനി ഇവിടെ നമുക്ക് 1 ഈ കൊസീക്ക് സ്ക്വയർ എക്സിന് അങ്ങോട്ട് കൊണ്ടുപോയി എന്ത് വരും? മൈനസ് വരും. അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ മൈനസ് ഒഴിവാക്കാൻ ബാക്കിയുള്ളതിന്റെയൊക്കെ സൈൻ മാറ്റിയാൽ മതി. ഇതിന്റെ മൈനസ് പ്ലസ് ആക്കി കഴിഞ്ഞാൽ ഈ 1ന്റെ സൈൻ ഇവിടെ പ്ലസ് ആണ്, അത് മൈനസ് ആക്കുക. ഇതിന്റെ സൈൻ പ്ലസ് ആണ്. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാം. ഇതാദ്യം എഴുതി കഴിഞ്ഞാൽ കൊസീക്ക് സ്ക്വയർ എക്സ് -1 എന്ന് എഴുതാം. അപ്പൊ അതൊക്കെ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കിട്ടും. ഇത് മാത്രം പഠിച്ചാൽ മതി. ബാക്കി അത് വെച്ച് നമുക്ക് ആലോചിച്ച് കണ്ടെത്താം. ഇനി സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് അതും ഇതേപോലെ എഴുതാം. ആദ്യം സീക്ക് സ്ക്വയർ എക്സ് ഈ മൈനസ് ടാൻ സ്ക്വയർ എക്സ് അങ്ങോട്ട് വരുമ്പോൾ 1 + ടാൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ഇനി സീക്ക് സ്ക്വയർ എക്സ് കിട്ടി. ഇനി സീക്ക് സ്ക്വയർ എക്സ് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മൈനസ്
ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു അപ്പുറത്തുള്ളത് എന്താണ് 1 ഉണ്ട്. ഈ സീക്ക് സ്ക്വയർ എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് സീക്ക് സ്ക്വയർ എക്സ്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ മൈനസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള സൈൻ പ്ലസ് ആണ്, അത് മൈനസ് ആക്കുക, മൈനസ് ഉള്ളത് പ്ലസ് ആക്കുക. വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ സൈൻ പ്ലസ് ആയതുകൊണ്ട് അത് ആദ്യം സീക്ക് സ്ക്വയർ എക്സ് 1ന്റെ സൈൻ മൈനസ് ആണ്, -1 എന്നെഴുതാം. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് ടോട്ടൽ 9 ഇക്വേഷൻസ് ഇങ്ങനെ കണ്ടെത്താം. അപ്പോൾ ഈ ഒരു പിക്ചർ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ 3 കിട്ടും. അതിൽ നിന്ന് വീണ്ടും ഈ 2 വീതം നമുക്ക് കണ്ടെത്തിയിട്ട് ടോട്ടൽ 9 ഇക്വേഷൻസ് നമുക്ക് എഴുതാം. ഇനി നമുക്ക് ഇതിന്റെ സൈന്റെയും കോസിന്റെയും ഒക്കെ ടാൻ, സൈൻ കോസ് ടാൻ ഇതിന്റെയൊക്കെ ഈ വാല്യൂസ് കണ്ടെത്തണം. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിക്കണം, കാണാതെ പഠിക്കണ്ട. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഇനി π/2 കഴിഞ്ഞാൽ π ഉണ്ട്, 2π ഉണ്ട്, 3π/2 ഉണ്ട്, അതിൻ്റെയൊക്കെ വാല്യൂസ് ഉണ്ട്. അപ്പോൾ അത് പഠിച്ചു വെച്ചാൽ നല്ലതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇത്രയും ഭാഗം. ഇതെന്തായാലും പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് കാണാതെ പഠിക്കാതെ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്തണമെങ്കിൽ അതിനൊരു ട്രിക്ക് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്നതാണ്. നമ്മുടെ കൈയിൻ്റെ വിരലെടുക്കുക. ഈ തള്ളാവിരൽ ഇത് 0 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, ഇത് 45 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. ഈ രൂപത്തിലെടുക്കുക. അപ്പോൾ നമുക്കിവിടെ സൈൻ 0 0 ആണ്, സൈൻ π/6 1/2 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എത്രയാണ്? 30 ഡിഗ്രിയാണ്. π/4 90 ഡിഗ്രി, π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിഗ്രി, ഇത് സോറി π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ഡിഗ്രി, π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സൈനിന്റെയും കോസിന്റെയും ഒക്കെ വാല്യൂ കണ്ടെത്താൻ ഇപ്പോൾ സൈൻ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇവിടുന്ന് തുടങ്ങുന്നുണ്ട്. ഇത് 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പോൾ സൈൻ 30 ആണെങ്കിൽ ഈ 30 മടക്കുക. എന്നിട്ട് നമ്മൾ 0 തുടങ്ങിയത് മുതൽ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് സൈനിന്റെയും കോസിന്റെയും വാല്യൂ കണ്ടെത്താൻ ഇങ്ങനെ ഒരു ഇത് കൊടുക്കാം. മുകളിലെ റൂട്ട്, താഴെ /2. റൂട്ട് ഇതിന്റെ നമ്മൾ വാല്യൂ കൊടുക്കണം. ആ വാല്യൂ എങ്ങനെ കണ്ടെത്തുന്നത് പറഞ്ഞുതരാം. ഇപ്പൊ സൈൻ 30 എന്ന് പറഞ്ഞു. അപ്പോൾ സൈൻ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വിരൽ മടക്കി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണാണെങ്കിൽ എത്ര ഉണ്ട്? 1. അപ്പോൾ ആ 1 കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് 1/2 എന്നാണ്. റൂട്ട് 1 എത്രയാണ്? അതിന്റെ വാല്യൂ 1 ആണ്. നമ്മളിവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 1/2 ആണ്. റൂട്ട് 1ന്റെ വാല്യൂ 1 ആണ്, 1/2 നമ്മുടെ ആൻസർ കിട്ടി. ഇനി ഇതേപോലെ ഇതന്നെ കോസ് 30 ആണെങ്കിലോ നമ്മൾ സൈൻ 30 ഇവിടുന്നാണ് എണ്ണിയത്, കോസ് 30 ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഉണ്ട്? 3 വിരലുകളുണ്ട്. അപ്പോൾ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ 3 കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് 3/2 നമ്മുടെ ആൻസറായി. സോറി, കോസ് 30 റൂട്ട് 3/2. സൈൻ 0 നമ്മൾ ആ ഒരു ഫിഗർ വെച്ച് ചെയ്തതാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇത് 0 ഡിഗ്രിയാണ്. സൈൻ 0ന്റെ ഈ വിരൽ മടക്കി കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് എത്ര ഉണ്ട്? ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. അപ്പോൾ ഈ റൂട്ടിനുള്ളിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ എത്ര വരിക? 0/2. റൂട്ടിന്റെ 0നെ ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആൻസർ എത്രയാണ്? 0 ആണ്. സൈൻ 0 ആണ്. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള വാല്യൂസ് വേണമെങ്കിൽ നോക്കാം. ഇപ്പോൾ 60, സൈൻ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 60 ഡിഗ്രിയുടെ വിരൽ വരുന്നത്. ഇത് മടക്കി കഴിഞ്ഞാൽ ഇവിടെ എത്ര ഉണ്ട്? 3. അപ്പോൾ സൈൻ 60നെ റൂട്ടിനുള്ളിൽ 3 കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് 3/2 നമ്മുടെ ആൻസർ ആയി. നേരെ തിരിച്ച് കോസ് 60 ആണെങ്കിലോ, കോസ് ആകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നോക്കേണ്ടത്, അവിടെ 1 ഉള്ളൂ. അപ്പോൾ റൂട്ടിനുള്ളിൽ 1 കൊടുക്കുക. റൂട്ട് 1ന്റെ വാല്യൂ 1 തന്നെയാണ്, 1/2 എന്ന് കിട്ടി. കോസ് 60 ഡിഗ്രി. ഇങ്ങനെയാണ് സൈനിന്റെയും കോസിന്റെയും കണ്ടത്. ഞാൻ സൈൻ 45 ഡിഗ്രി ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് 45 മടക്കി കഴിഞ്ഞാൽ ഇപ്പൊ സൈൻ 45 ആണെങ്കിലും 2 ആണ്, ഇവിടെയും 2 ആണ്. അപ്പോൾ സൈൻ 45 ആണെങ്കിൽ നമ്മൾ 2 കൊടുക്കും. റൂട്ടിൻ്റെ ഉള്ളിൽ 2 കൊടുത്തു, /2. റൂട്ട് 2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1/√2 തന്നെയാണ്. കാരണം ഈ റൂട്ട് 2 എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് 2/2നെ റൂട്ട് 2 × റൂട്ട് 2 എന്ന് എഴുതി കൂടെ. റൂട്ട് 2 × റൂട്ട് 2 പറഞ്ഞാൽ 2 തന്നെയാണ്. അപ്പോൾ ഈ 2ഉം റൂട്ട് 2 കട്ട് ചെയ്ത ബാക്കി എന്തുണ്ട്? ഇവിടെ 1 ഉണ്ടാവും. അതായത് ഈ ഡിവൈഡ് ചെയ്ത 1 ആണ്. അപ്പോൾ 1/√2 എന്ന് കിട്ടും. അപ്പോൾ ഈ 45 ഡിഗ്രിയുടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് ഇങ്ങനെ ഇത് വെച്ച് ചെയ്താലും ആൻസർ കറക്റ്റ് ആവും. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ ഇത് 1/√2 ഓർത്ത് വെക്കുന്നതാണ് നല്ലത്. ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ചെയ്യാം. ഇനി ടാനിന്റെ വാല്യൂ കാണാൻ നമുക്ക് നേരത്തെ ചെയ്ത പോലെ മുകളിലും താഴെയും റൂട്ട് വേണം. രണ്ടും ബ്ലാങ്ക് ആയിട്ട് കൊടുക്കുക.
മുമ്പത്തേൽ മുകളിൽ റൂട്ട് ഉണ്ട്, താഴെ വെറും 2 ആണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ tan 30 ഡിഗ്രി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് 0, 30, 45, 60, 90 ആണ്. അപ്പോൾ tan 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുകളിൽ വരുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ളതും താഴെ എഴുതേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ്. അപ്പോൾ മുകളിൽ 1 ഉണ്ട്, അതായത് മുകളിൽ എഴുതേണ്ടത് ഇവിടുന്ന് അങ്ങോട്ടാണ്, എത്ര ഉണ്ട്, ഒരെണ്ണം ഉണ്ട്. താഴെ എഴുതേണ്ടത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ്, അത് 3 എണ്ണം ഉണ്ട്. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ 1ഉം താഴെ റൂട്ടിൻ്റെ ഉള്ളിൽ 3 ആണ്. റൂട്ട് 1 എത്രയാണ്, 1 ആണ്, 1/√3, അത് ആൻസർ ആണ്. ഇനി ഇതേപോലെ tan 0 നോക്കാം. tan 0 എന്ന് പറഞ്ഞാൽ ഇതാണ്, 0 മടക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് 0, ഒന്നുമില്ല, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് 4 ഉണ്ട്. അപ്പോൾ 0/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0ത്തിന് ഏത് നമ്പറോട് ഡിവൈഡ് ചെയ്താലും ഹരിച്ചാലും 0 ആണ് വരുന്നത്. ഇനി tan 45 എടുത്തു കഴിഞ്ഞാൽ 45 മടക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് 2, അവിടുന്ന് ഇങ്ങോട്ട് 2, അപ്പോൾ √2/√2 വരും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ 1. അതായത് √2ൽ എത്ര √2 ഉണ്ടെന്നാണ്, ഒരെണ്ണം ഉള്ളൂ, അപ്പോൾ ആൻസർ 1. ഇനി tan 60 ഡിഗ്രി, അപ്പോൾ 60 ഡിഗ്രി മടക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് 3 എണ്ണം, അവിടുന്ന് ഇങ്ങോട്ട് 1. അപ്പോൾ റൂട്ടിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് താഴെ മുകളിൽ റൂട്ട് വേണം, മുകളിൽ 3, താഴെ 1. അപ്പോൾ √1ന്റെ വാല്യൂ 1 തന്നെയാണ്. അപ്പോൾ √3/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3 തന്നെയാണ് നമ്മുടെ ആൻസർ കിട്ടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ആൻസറുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാല്യൂസ് നമുക്ക് നോക്കി വെക്കണം. കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനും ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് അടുത്ത പാർട്ടിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക്